ആത്മോപദേശശതകം 30-ാം ശ്ലോകം. ഓഡിയോ ബുക്ക് തുടരുന്നു. മനസ്സിനെ പൂർണ്ണമായി നിരോധിച്ചാൽ പിന്നെ വല്ലതും അവശേഷിക്കുമോ? അവശേഷിച്ചാൽ തന്നെ അതിനെ അറിയാൻ ആരുണ്ടാകും? മനസ്സില്ലെന്നു വന്നാൽ ജീവിതം തന്നെ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അടുത്ത പദ്യം. 30-ാം ശ്ലോകം. ജഡമറിവീലറിവിന് ചിന്തയില്ലോതിയിടുകയുമില്ലറിവെന്നറിഞ്ഞു സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേലുടലിലമർന്നുഴലുന്നതില്ല നൂനം. ജഡമറിവീലറിവിന് ചിന്തയില്ല, ഓതിടുകയുമില്ല അറിവെന്നറിഞ്ഞ് സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേലുടലിലമർന്നുഴലുന്നതില്ല നൂനം. ജഡം അറിവിയില്ല. ജഡത്തിന് ഒന്നും അറിയാനുള്ള കഴിവില്ല. അറിവിന്, കേവല ബോധത്തിന് ചിന്തയില്ല. ജഡസ്വഭാവമായ ചിന്ത ഉദിക്കുന്നില്ല. ഓതിടുകയുമില്ല അറിവ്. ശുദ്ധബോധം സംസാരിക്കുകയുമില്ല എന്നറിഞ്ഞ് ഇക്കാര്യം നല്ല പോലെ ധരിച്ച് സർവം വിടുകിൽ, ജഡസങ്കൽപ്പങ്ങൾ മുഴുവൻ കൈവെടിയുമെങ്കിൽ അവൻ ആ സത്യാന്വേഷി വിശദാന്തരംഗനായി ചിത്തശുദ്ധിയിലൂടെ കേവല ബോധാനുഭവം നേടി മേലുടലിലമർന്നുഴലുന്നതില്ല. തുടർന്ന് ജഡദേഹത്തിൻ്റേതായ ജനന മരണ ഭ്രമങ്ങളിൽപ്പെട്ട് ദുഃഖിക്കാൻ ഇടവരുന്നില്ല. നൂനം തീർച്ച. ജഡത്തിന് ഒന്നും അറിയാനുള്ള കഴിവില്ല. കേവല ബോധത്തിന് ജഡസ്വഭാവമായ ചിന്ത ഉദിക്കുന്നില്ല. ശുദ്ധബോധം സംസാരിക്കുകയുമില്ല. ഇക്കാര്യം നല്ല പോലെ ധരിച്ച് ജഡസങ്കൽപ്പങ്ങൾ മുഴുവൻ കൈവെടിയുമെങ്കിൽ ആ സത്യാന്വേഷി ചിത്തശുദ്ധിയിലൂടെ കേവല ബോധാനുഭവം നേടി തുടർന്ന് ജഡദേഹത്തിൻ്റേതായ ജനന മരണ ഭ്രമങ്ങളിൽപ്പെട്ട് ദുഃഖിക്കാൻ ഇടവരുന്നില്ല. തീർച്ച. ജഡമറിവിലറിവിന്നു ചിന്തയില്ല. സത്യം തിരയുന്നയാൾക്ക് പ്രാഥമിക ദശയിൽ ജഡത്തിൻ്റെയും ബോധത്തിൻ്റെയും കൂടിക്കലർപ്പാണ് പ്രപഞ്ചം എന്ന് തോന്നും. സത്യം തിരയുന്നയാൾക്ക് പ്രാഥമിക ദശയിൽ ജഡത്തിൻ്റെയും ബോധത്തിൻ്റെയും കൂടിക്കലർപ്പാണ് പ്രപഞ്ചം എന്ന് തോന്നും. ഇവയെ വിശകലനം ചെയ്ത് രണ്ടിൻ്റെയും ശുദ്ധരൂപം ഗ്രഹിച്ചു കഴിയുമ്പോൾ ബോധം മാത്രം സത്യമാണെന്നും ജഡം മരുഭൂമിയിലെ വെള്ളം പോലെ ഇല്ലാത്തതിൻ്റെ തോന്നൽ മാത്രമാണെന്നും അറിയും എന്നും തെളിയും. ജഡവും ബോധവും ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധങ്ങളാണ്. ഇരുട്ടും വെളിച്ചവും ഒന്നു മറ്റൊന്നിൽ നിന്നുണ്ടാവുകയോ പരസ്പരം കൂടിക്കലരുകയോ സാധ്യമല്ല. അതുപോലെ ജഡവും ബോധവും പരസ്പരം കൂടിക്കലരുകയോ ഒന്നു മറ്റൊന്നിൽ നിന്നുണ്ടാവുകയോ ചെയ്യുന്നില്ല. പിന്നെന്താണ് വസ്തുത? വാസ്തവത്തിൽ വെളിച്ചം മാത്രമാണ് വസ്തു. ഇരുട്ട് ഒരു വസ്തുവേയല്ല. വെളിച്ചത്തിന് മങ്ങൽ തട്ടുമ്പോൾ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ച മാത്രമാണ് ഇരുട്ട്. പൂർണ്ണമായ വെളിച്ചം വന്നാൽ ഇരുട്ട് അപ്പാടെ ഇല്ലാതാവുകയും ചെയ്യും. ഇതുപോലെയാണ് ജഡവും ബോധവും. ബോധം മാത്രമാണ് വസ്തു. ജഡം ഒരു വസ്തുവേയല്ല. ബോധാനുഭവത്തിന് മങ്ങൽ തട്ടുമ്പോൾ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ച മാത്രമാണ് ജഡം. ബോധാനുഭവം പൂർണ്ണമായാൽ ജഡത്തിൻ്റെ തോന്നൽ അപ്പാടെ ഇല്ലാതാവുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ജഡപ്രതിഭാസങ്ങളെല്ലാം മരുഭൂമിയിലെ കാനൽ ജലം പോലെ ബ്രഹ്മവിവർത്തമാണെന്ന് വേദാന്തം സിദ്ധാന്തിക്കുന്നത്. ഈ ജഡത്തിൻ്റെ വ്യാപ്തി ഏതുവരെയാണ്? അവ്യക്തം മുതൽ ഇന്ദ്രിയ വിഷയങ്ങൾ വരെ എല്ലാം ജഡങ്ങളാണ്. 10-ാം പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിന് മുമ്പ് ആമുഖമായി ചേർത്തിട്ടുള്ള
അനുഭവക്രമ വിശകലനത്തിൽ ഇത് വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സങ്കല്പാത്മകമായ മനസ്സും ധ്വനിമയമായ ശബ്ദവുമെല്ലാം സൂക്ഷ്മജഡങ്ങളാണ്. ശക്തിസ്പന്ദനം തന്നെ സൂക്ഷ്മജഡമാണെന്ന് ഇന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടായി മറയുന്ന ഈ ജഡങ്ങളെല്ലാം ബോധവിവർത്തമായതുകൊണ്ടാണ് ജഡമറിവിയിൽ അറിവിന് ചിന്തയില്ല എന്ന പദ്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജഡത്തിന് അറിവില്ല, അതായത് യാതൊരനുഭവവുമില്ല. അതുപോലെ ചിന്ത സൂക്ഷ്മജഡമായ അന്തഃകരണ ഘടകമായതുകൊണ്ട് അത് ബോധത്തിൽ ഒരിക്കലും സംഭവിക്കുക വയ്യ. ബോധം ശബ്ദമെന്ന ജഡവുമായും കൂടിക്കലരുകയില്ല. ഇക്കാര്യമാണ് ഓതിടുകയുമില്ല എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉദിച്ചസ്തമിക്കുന്ന സങ്കല്പങ്ങളിലും ബാഹ്യജഡങ്ങളിലും പെട്ടു നിൽക്കുമ്പോൾ ബോധം ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, സുഖിക്കുന്നു, ദുഃഖിക്കുന്നു എന്നൊക്കെ തോന്നാനിടവരുന്നു. ഈ അനുഭവങ്ങളെല്ലാം വെറും ഭ്രമം. അതുകൊണ്ട് സൂക്ഷ്മ സ്ഥൂല ജഡരൂപത്തിൽ ഉണ്ടെന്നു തോന്നുന്ന എല്ലാ അനുഭവങ്ങളെയും ബോധം കൈവിടുകയാണെങ്കിൽ അന്തരംഗം തെളിഞ്ഞ് ബോധം നിത്യാനന്ദ സ്വരൂപമായി പ്രകാശിക്കാനിടവരുന്നു. ഇവിടുത്തെ ആനന്ദ അനുഭവം ആത്മാവിൻ്റെ സ്വരൂപം തന്നെയാണ്. ഇക്കാരണത്താലാണ് 28-ാം ശ്ലോകത്തിലെ തുരീയാനുഭവ വിവരണത്തിൽ ചിന്ത ചെയ്ത് ചൊല്ലുന്നിടയിലിരുന്നറിവല്ല എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. സങ്കല്പ നിരോധം അഭ്യസിച്ച് മനമലർ കൊയ്ത് മഹേശപൂജ ചെയ്താൽ മാത്രമേ സർവവും വിടാൻ സാധ്യമാവൂ. സങ്കല്പ നിരോധം അഭ്യസിച്ച് മനമലർ കൊയ്ത് മഹേശപൂജ ചെയ്താൽ മാത്രമേ സർവവും വിടാൻ സാധ്യമാവൂ. പ്രപഞ്ചധർമ്മങ്ങളായ ജഡങ്ങളെ മുഴുവൻ സ്വതന്ത്രമായി നിന്ന് പ്രകാശിപ്പിക്കുന്ന ബോധം ഉണ്ടെന്നെങ്ങനെ അറിയാം? പഞ്ചേന്ദ്രിയങ്ങൾക്ക് അത് വിഷയമാകുന്നില്ല. മനസ്സുകൊണ്ട് ആ സർവേശ്വരനെ ചിന്തിച്ചറിയാനും പറ്റുന്നില്ല. പിന്നെ അനുമാനം കൊണ്ട് ഊഹിക്കാമോ? ഊഹിക്കാനും സാധ്യമല്ല. അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യത്തിലല്ലാതെ ഊഹം നിശ്ചയത്തെ ഉളവാക്കുന്നില്ല. അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യത്തിലല്ലാതെ ഊഹം നിശ്ചയത്തെ ഉളവാക്കുന്നില്ല. അതുകൊണ്ട് നശ്വരങ്ങളായ ജഡാനുഭവങ്ങളെ മുഴുവൻ കൈവെടിഞ്ഞ് ധർമ്മിയായ ബോധം തൻ്റെ ആനന്ദസ്വരൂപം സ്വയം അനുഭവിച്ചറിയുകയല്ലാതെ പൂർണ്ണ അനുഭവത്തിന് വേറെ മാർഗമില്ല. ഇക്കാര്യമാണ് അടുത്ത പദ്യത്തിൽ പ്രതിപാദിക്കുന്നത്. ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.